ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. കാരണം ഇതിൽ ഞാൻ കാണിക്കുന്നത് വെറും ട്രാവലിംഗ് മാത്രമാണ്. വേറെ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്യുന്നത് ഒന്നുമല്ല, ജസ്റ്റ് ഒരു ട്രാവലിംഗ് മാത്രം. നമ്മളെ യാത്ര എന്ന് പറയുന്നത് ഡൽഹി ടു ഗുവാഹത്തിയിലേക്കാണ്. ആക്ച്വലി പോവേണ്ടത് അരുണാചലിലേക്കാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഗുവാഹത്തിക്ക് ആദ്യം പോകും, എന്നിട്ട് അവിടെ നിന്ന് ബൈ കാർ ത്രൂ ആയിരിക്കും നമ്മൾ പോവാം. അത്യാവശ്യം നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ വന്ന പാടെ തന്നെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ബോഡി പാസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇതാ ചെക്കിങ്ങിലോട്ടാണ് പോകുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഒരു കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ അത്യാവശ്യം വന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഓരോന്ന് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇതെന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ കുറേ അധികം ഗേറ്റും കാര്യങ്ങളുണ്ട്. സോ നമ്മുടെ ഗേറ്റിലേക്ക് പോകാൻ തന്നെ എന്തായാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എന്തായാലും എടുക്കും. ഞാൻ എന്തായാലും അതൊക്കെ ആസ്വദിച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ഗേറ്റിലൊക്കെ നടക്കുന്ന വഴിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് എയർപോർട്ട് വൈബ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഏറെ നേരത്തെ തന്നെ നടത്താൻ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കാൻ പോണില്ല. ഇതിന്റെ ഇടയിൽ കുഞ്ഞു മണ്ടത്തരങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ. ഞാൻ എന്തായാലും ആ മണ്ടത്തരത്തിനെ കുറിച്ച് വലിയ വിശദീകരണം ഒന്നും ഇതിൽ കൊടുക്കുന്നില്ല. ആ മണ്ടത്തരമൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാണ്. ഈ ഗായ്സ്, അപ്പോൾ നമ്മളിതാ സക്സസ്ഫുള്ളി ഗുവാഹത്തി റീച്ച് ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാഗേജൊക്കെ എടുത്തിട്ട് ഡ്രൈവറിനെ തപ്പി നിൽക്കുകയാണ്. ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷേ കാണുന്നില്ല. ഫോണൊക്കെ വിളിച്ചായിരുന്നു. ഇപ്പം കാണുമായിരിക്കും. ഫൈനലി നമുക്ക് മൂപ്പര് എവിടെ ഉള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ മീറ്റായി. ഇതാ നമ്മൾ ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എങ്ങോട്ടാണ്? തവാങ്ങിലോട്ടാണ് മെയിൻ യാത്ര. അപ്പം അതിൻ്റെ വഴിക്ക് പല പല സ്ഥലങ്ങളിലും പല പല കാഴ്ചകൾ കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് പോവുക. എന്തായാലും ഇന്ന് നമ്മൾ എങ്ങോട്ട് പോവില്ല, കാരണം ഇതൊരു ജേർണി തുടങ്ങിയതാണല്ലോ. നമ്മൾ ആദ്യം നമ്മൾ ഡെസ്റ്റിനേഷനിലോട്ട് പോകും. പിറ്റേന്ന് രാവിലെ തൊട്ടായിരിക്കും നമ്മളെ യാത്രയിലുള്ള മെയിൻ പരിപാടികളൊക്കെ ഉണ്ടാവുക. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും മഴ ചെറുങ്ങനെ ഒന്ന് പെയ്തായിരുന്നു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്, കാരണം ഡൽഹിയിൽ മൊത്തം ചൂടായതുകൊണ്ട് ഇവിടെ വന്നിട്ട് കുറച്ച് തണുപ്പിക്കാമല്ലോ. അങ്ങനെ ആ മഴയും ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മളൊരു ചായ പാസ്സാക്കാന്ന് വിചാരിച്ചു. പിന്നെ ചായൻ്റെ കൂടെ ഒരു കുഞ്ഞു പുഡിംഗ് ആണെന്ന് തോന്നുന്നു, പനീറിൻ്റെ എന്തോ ഒരു സംഭവം. എന്തായാലും സാധനം കൊള്ളാം, ഒരുപാട് മധുരവും ഇല്ല, എന്നാൽ നല്ലൊരു നൈസായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്റ്റേ ചെയ്തു. പിന്നെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരത്തെ മണിക്കൂറത്തെ ജേണിയാണ്. അപ്പം വാഷ്റൂമിലും അങ്ങനെ ഫ്രഷനപ്പൊക്കെ ആയിട്ട് നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് യാത്ര സ്റ്റാർട്ടായപ്പം ഞാൻ എന്തോ പാലക്കാട് വന്നെത്തിയൊരു ഫീലായിരുന്നു എനിക്ക്. കാരണം ആ ഒരു രീതിയിലായിരുന്നു അവിടുത്തെ ആ ഒരു എന്താ പറയുക സ്ട്രക്ചറും കാര്യങ്ങളും. കാരണം ആ ഒരു പച്ചപ്പ്, ഫുൾ ചുറ്റും വയലും കാര്യങ്ങളൊക്കെ എനിക്ക് പാലക്കാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ റീച്ച് ആയിട്ടുണ്ട് റൂമിൽ. അത്യാവശ്യം ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാലും ചെറുങ്ങനെ എവിടെയോ ഒരു ക്ഷീണം ഉള്ള പോലെ. അപ്പം എന്തായാലും ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. തേജ്പൂരാണ് സ്ഥലം. അങ്ങനെ റൂമിലെത്തിയ പാടെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഉച്ചക്കും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കഴിക്കാനുള്ള മൂടും വന്നില്ല. എന്തായാലും റൈഡ് ആസ്വദിക്കല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു, ചായ മാത്രം പാസ്സൊക്കെയെന്നുള്ളൂ. അങ്ങനെ റൂമിൽ വന്നിട്ട് ഫുഡും കഴിച്ചിട്ട് ഞാനെന്താക്കി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ഗായ്സ്.